സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ്ങിന് സമാനമായ രീതിയിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി KSEB ഇന്നു മുതൽ ജൂൺ 30 വരെ വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിലായിരിക്കും വൈദ്യുതി നിയന്ത്രണം. പ്രതീക്ഷിച്ചതുപോലെ മഴ കിട്ടാത്തതും വൈദ്യുതിയുടെ ലഭ്യത കുറഞ്ഞതുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് KSEBയുടെ വിശദീകരണം. സംസ്ഥാനത്ത് കാലവർഷത്തിൽ വേണ്ടത്ര മഴ ലഭിക്കാത്തത് കാരണം അന്തരീക്ഷ താപനില കുറഞ്ഞിട്ടില്ലെന്നും ഇത് വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിന് ഇടയാക്കിയെന്നുമാണ് KSEB നൽകുന്ന വിശദീകരണം. ഈ പശ്ചാത്തലത്തിലാണ് ലോഡ് ഷെഡിങ്ങിന് സമാനമായ രീതിയിലുള്ള വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് KSEB കടന്നിരിക്കുന്നത്. ജൂൺ 30 വരെ വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും. അപ്രഖ്യാപിതമായ വൈദ്യുതി നിയന്ത്രണം ഇതിനകം തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. മെയ് മാസം മുതൽ സംസ്ഥാനത്ത് വേനൽമഴ ശക്തമായ രീതിയിൽ ലഭിച്ചിരുന്നു. കാലവർഷത്തിന് ആദ്യ 2 ആഴ്ചയിലും ശക്തമായ മഴ ലഭിച്ചു. പക്ഷേ മഴ ലഭിച്ചില്ല എന്നാണ് വൈദ്യുതി നിയന്ത്രണത്തിന് കാരണമായി KSEB മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനത്ത് വലിയ തോതിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടില്ല എന്നതും കൃത്യമായ ഏകോപനത്തിലൂടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല എന്നതുമാണ് ഉയരുന്ന വിമർശനം. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇത് 2ാം തവണയാണ് ഔദ്യോഗികമായ അറിയിപ്പോടുകൂടിയുള്ള വൈദ്യുതി നിയന്ത്രണം. അപ്രഖ്യാപിത നിയന്ത്രണങ്ങൾ അല്ലാത്ത ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാനും. കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്ത് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടായിരുന്നില്ല. കടുത്ത വേനലിൽ മാത്രമാണ് പ്രത്യേക അറിയിപ്പോടുകൂടി 2 ദിവസത്തേക്ക് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അന്ന് അതിനെ ശക്തിയുക്തം എതിർത്തവരാണ് ഇന്ന് അധികാരത്തിലെത്തിയപ്പോൾ തുടരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.